രാധേകനൻ അധ്യായം 29. കർണന് തന്റെ ദുഃഖം നിയന്ത്രിക്കാനാവുമായിരുന്നില്ല. താൻ രാധമ്മയുടെയും അതിരഥ പിതാവിന്റെയും പുത്രനല്ലെങ്കിൽ പിന്നെ ആരുടെ പുത്രനാണ്? അവർക്കിരുവർക്കും അതറിയില്ലെന്നാണോ? തനിക്ക് മാത്രം എന്താണ് ഈ ദുർവിധി? ഇതൊരു ദുസ്വപ്നമായിരുന്നെങ്കിൽ എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നു. താൻ കണ്ണു തുറക്കുമ്പോൾ എല്ലാം പഴയതുപോലെയാകണം. അവൻ തന്റെ നേത്രങ്ങൾ അടച്ചു. കുറച്ചു നിമിഷം കഴിഞ്ഞ് അവൻ കണ്ണുകൾ തുറന്നു. പക്ഷെ ഒന്നും പഴയതുപോലെ ആയിരുന്നില്ല. താൻ ഗംഗാനദിയുടെ സമീപത്താണുള്ളത്. വൃഷാലി പറഞ്ഞ കാര്യത്തെപ്പറ്റി പിതാവിനോട് സംസാരിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ഇത് അസത്യമാണെന്ന് പറഞ്ഞിരുന്നുവെങ്കിലെന്ന് കർണൻ വളരെയധികം ആഗ്രഹിച്ചു. അതിരഥ പിതാവ് ഈ കാര്യം സത്യമാണെന്ന് പറയുകയാണെങ്കിൽ താൻ എന്ത് ചെയ്യും? ഇല്ല, എന്തൊക്കെ സംഭവിച്ചാലും താൻ തന്റെ കുടുംബത്തെ ഉപേക്ഷിക്കില്ലെന്ന് അവൻ ദൃഢനിശ്ചയമെടുത്തു. കുറച്ചു ക്ഷണം കഴിഞ്ഞ് കർണൻ അതിരഥ പിതാവിന്റെ അടുത്തേക്ക് നടന്നു. അവൻ ദുഃഖിതനായാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നടന്നത്. കർണന്റെ മുഖത്ത് നിന്ന് അവൻ എന്തോ തന്നോട് സംസാരിക്കാനുണ്ടെന്ന് അതിരഥൻ മനസ്സിലാക്കി. അവനെ ദുഃഖിതനായി കണ്ടതും അദ്ദേഹത്തിന്റെ മനസ്സ് ആശങ്കാകുലമായി. എന്താണ് കർണന് സംഭവിച്ചത്? കൊട്ടാരത്തിൽ എന്തെങ്കിലും അനർത്ഥം സംഭവിച്ചുവോ? അതുകൊണ്ടാണോ അവൻ ദുഃഖിതനായിരിക്കുന്നത്? ആരെങ്കിലും അവനെ വീണ്ടും അപമാനിച്ചുവോ? അതാണോ അവന്റെ ദുഃഖത്തിന് കാരണം? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ? അതിരഥൻ കർണനോട് ചോദിച്ചു. എന്തു പറ്റി പുത്ര? നീ എന്തിനാണ് ഇത്ര ദുഃഖിതനായിരിക്കുന്നത്? കർണൻ ഒന്നും വേണ്ടിയില്ല. പിതാവേ, നമുക്ക് ഒന്ന് ഗംഗാധരത്തേക്ക് പോവാം. എനിക്ക് അവിടത്തോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ശരി പുത്ര, വരൂ. കർണൻ അതിരഥനെയും കൂട്ടി ഗംഗാതീരത്തേക്ക് ചെന്നു. അവൻ തന്റെ പിതാവിന്റെ നേരെ നോക്കിക്കൊണ്ടാണ് ആ ചോദ്യം ഉതിർത്തത്. പിതാവേ, ഞാൻ ചില കാര്യങ്ങൾ അറിഞ്ഞു. അത് നേരാണോ എന്ന് അങ്ങ് എനിക്ക് പറഞ്ഞു തരണം. എന്താണ് പുത്ര? ഞാൻ വിറയലോടെ അവൻ ചോദിച്ചു. ഞാൻ അങ്ങയുടെ പുത്രനാണോ? അതിരഥൻ പ്രതീക്ഷിക്കാത്ത ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിന് മുന്നിൽ അയാൾ നടുങ്ങുകയും ചെയ്തു. ആ നടുക്കം കർണൻ കണ്ടിരുന്നു. കർണൻ എന്നാലും പ്രതീക്ഷയോടെ താൻ അദ്ദേഹത്തിന്റെ പുത്രനാണെന്ന് പറയുമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതിരഥൻ 2 നിമിഷം നിശബ്ദനായിരുന്നു. പിന്നെ അവന്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു, അല്ല, നീ ഞങ്ങളുടെ പുത്രനല്ല. ആ വാക്കുകൾ ഒരു അഗ്നിശില പോലെ കർണന്റെ ചെവികളിൽ മുഴങ്ങി. അവന് ഈ ഭൂമി പിളർന്ന് താൻ മണ്ണിനടിയിലായിരുന്നെങ്കിലെന്ന് തോന്നി. നിന്നെ എനിക്ക് ഗംഗാനദിയുടെ പ്രവാഹത്തിൽ നിന്നുമാണ് പ്രാപ്തമായത്. സന്താന ഭാഗ്യമില്ലാതിരുന്ന ഞങ്ങൾക്ക് ലഭിച്ച വരദാനമായിരുന്നു നീ. എന്നാൽ പുത്ര, നീ ഒരു ക്ഷത്രിയനാണ്. അതുകൊണ്ട് തന്നെയാണ് നിനക്ക് ഈ വംശത്തിൽ ജീവിക്കുവാൻ കഴിയാത്തത്. നിനക്ക് ഈശ്വരൻ തന്ന കഴിവുകൾ ഇല്ലാതാക്കുവാൻ ആർക്കും സാധ്യമല്ല പുത്ര. നിന്റെ കഴിവുകൾ നിനക്ക് പോലും നിയന്ത്രിക്കുവാൻ സാധ്യമല്ല. അത് എന്നെങ്കിലും പുറത്തു വന്നിരിക്കും. നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുവാൻ എനിക്ക് സാധ്യമല്ല. നിന്റെ മാതാപിതാക്കൾ ആരെന്ന് എനിക്കറിയില്ല പുത്ര. കർണ, നിനക്ക് ഒരു ക്ഷത്രിയനായി ഇപ്പോഴും ജീവിക്കുവാൻ സാധ്യമാണ്. എന്നാൽ നീ സൂതവംശത്തെ ത്യജിക്കേണ്ടി വരും. അതായത് നിന്റെ മാതാപിതാക്കളായ ഞങ്ങൾ ഇരുവരെയും നീ ത്യജിക്കേണ്ടി വരും. ഇനി നീയാണ് തീരുമാനിക്കേണ്ടത്. ഒരു സൂതപുത്രനായി ജീവിക്കുകയാണെങ്കിൽ നിനക്ക് എന്നും അപമാനവും ദുഃഖവും നേരിടേണ്ടി വരുന്നതാണ്. ഇല്ല പിതാവേ, ഇല്ല. എനിക്ക് നിങ്ങളെ എവരെയും നഷ്ടപ്പെടുത്തിയിട്ട് ഒരു സുഖവും ആവശ്യമില്ല. ഞാൻ ഒരു ക്ഷത്രിയനാണെന്ന സത്യം ആരും അറിയേണ്ടതില്ല. ഒരു സൂതപുത്രനായി തന്നെ ജീവിതകാലം മുഴുവൻ കഴിയാൻ ഞാൻ തയ്യാറാണ്. കർണന് ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല. അതിരഥന്റെ ചോദ്യത്തിനുള്ള മറുപടി അവൻ നൽകി. പിതാവ്, രാധമ്മ ഞാൻ സത്യമറിഞ്ഞുവെന്ന് അറിയണ്ട. ഇല്ല പുത്ര, ഞാൻ രാധയോട് പറയില്ല. നീ സത്യമറിഞ്ഞാൽ അവളെ ഉപേക്ഷിച്ചു പോകുമോ എന്ന ഭയം അവൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോൾ നീ സത്യമറിഞ്ഞെന്നറിഞ്ഞാൽ അവൾക്ക് തീർച്ചയായും വീണ്ടും ഭയമുണ്ടാവുന്നതാണ്. പുത്ര, നിനക്കാരുമില്ലെന്ന് തോന്നൽ ഒരിക്കലും ഉണ്ടാകരുത്. ഞങ്ങളുണ്ട് നിനക്ക്. എനിക്കറിയാം പിതാവേ. അങ്ങ് സമാധാനമായി മടങ്ങിക്കോളൂ. കർണൻ കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ടാണ് അവിടെ നിന്നും മടങ്ങിയത്. അവന്റെ ഉള്ളിൽ ഒരാഗ്രഹം അവശേഷിച്ചിരുന്നു. തന്റെ മാതാപിതാക്കൾ ആരെന്ന് തനിക്ക് അറിയുവാൻ സാധിക്കണം. അവരെ അകലെ നിന്നെങ്കിലും ഒന്ന് കണ്ടാൽ മാത്രം മതി. മറ്റൊന്നും ആവശ്യമില്ല. എന്നാലും താൻ എങ്ങനെയാണ് ഉപേക്ഷിക്കപ്പെട്ടതെന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. തന്റെ മാതാപിതാക്കൾക്ക് ഏതെങ്കിലും വിധത്തിൽ തന്നെ നഷ്ടപ്പെട്ടതാണോ? അതോ അവർ തന്നെ ഉപേക്ഷിച്ചതോ? തന്നെ അവർക്ക് നഷ്ടപ്പെട്ടതാണെങ്കിൽ
അവർ തന്നെ ഇപ്പോഴും അന്വേഷിക്കുകയായിരിക്കുമോ? അവന്റെ ചോദ്യങ്ങൾക്കുത്തരം അവന് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. വൃഷാലിയെ വീണ്ടും കാണണമെന്ന് അവൻ ആഗ്രഹിച്ചു. താൻ അവളെയും തന്റെ മാതാപിതാക്കളെയും ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് അവൾക്ക് വാക്കുകൊടുക്കണം. സംഘർഷങ്ങൾ നിറഞ്ഞ ആ ദിനം കടന്നുപോയി. പിറ്റേ ദിനം കർണനും വൃഷാലിയും വീണ്ടും കണ്ടുമുട്ടി. അവൻ തന്റെ തീരുമാനം അവളെ അറിയിച്ചു. അവൾക്ക് അത് കേട്ട് സന്തോഷമായി. പിതാവിനോട് വിവാഹകാര്യം സംസാരിക്കുവാൻ ആവശ്യപ്പെട്ടു. കുറച്ചു ദിനങ്ങളായി കർണനെ ദുര്യോധനൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കർണനും വൃഷാലിയും തമ്മിലുള്ള പ്രണയബന്ധം ഒരു സേവകൻ വഴി ദുര്യോധനൻ തിരിച്ചറിഞ്ഞു. അവൻ തന്റെ മിത്രത്തെ സഹായിക്കാനായി നിർണയമെടുത്തു. കർണൻ അറിയാതെ അതിരഥനുമായി ഈ കാര്യം സംസാരിച്ചു. അതിരഥന് സമ്മതക്കുറവൊന്നുണ്ടായിരുന്നില്ല. അവരിരുവരും പ്രണയിക്കുന്ന കാര്യം അതിരഥന് അറിയാമായിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുമായിരുന്നു. രാധേകണ്ണൻ അടുത്ത അധ്യായത്തിൽ തുടരും.